ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധരയോട് ഗൗതം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഗൗതമിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ നിധി വസുന്ധരയോട് ചോദിക്കുകയാണ്, എന്തിനാണ് മാഡം ഇപ്പോൾ അമ്പലത്തിൽ പോയത് എന്ന് ചോദിക്കും. നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാനെന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയാണ്, അവൾ എൻ്റെ ഭാര്യയാണ്, അവൾ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയാണ്, അതെന്താ ഗൗതം നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തിന് കള്ളം പറയണം? ഞാൻ നിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അമ്പലത്തിലേക്ക് പോയത്. നിങ്ങൾ അമ്പലത്തിലേക്ക് പോയത് ഞാൻ പെട്ടെന്ന് മരിക്കണം എന്ന് പ്രാർത്ഥിക്കാനാണോ? കേട്ടപ്പോൾ വസുന്ധരയും പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. വസുന്ധര വിഷമത്തോടെ പറയാണ്, നീ എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്റെ മോനാണ്, എന്താണ് പറ്റിയത് ഗൗതം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര ഗൗതമിനെ അങ്ങ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് ഗൗതം ദേഷ്യത്തിൽ പറയണേ, എന്നെ തൊട്ടുപോകുന്നത് കേട്ടപ്പോൾ വസുന്ധരയും പാർവതി അങ്ങ് ഷോക്കായി നിൽക്കാണ്ടോ. ഇത് കേൾക്കുന്ന ശിവാനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പാർവതി ചോദിക്കുകയാണ്, എന്താണ് ഗൗതം നിനക്ക് പറ്റിയത്? നിനക്ക് എന്താ സംഭവിച്ചത്? നീ എന്തിനാണ് എല്ലാവരോടും ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ പെരുമാറുന്നത്? നിധി പറയണ, അമ്മേ ഗൗതം ദേഷ്യപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. ഇവരൊക്കെ കൂടി ഗൗതമിനെ ദേഷ്യപ്പെടുത്തല്ലേ എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ, എന്തിനാണ് ഞാൻ ഗൗതമിനെ ദേഷ്യപ്പെടുത്തുന്നത്? ഞാൻ ഗൗതമിനെ ദേഷ്യപ്പെടുത്തുന്നത് ഇതിൽ എന്താണ് ഞാൻ പെരുമാറിയത്? നീ ഓരോന്ന് ഗൗതമിന്റെ ചെവിയിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ? വെറുതെയല്ല ഗൗതം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നീ കാരണമാണെന്ന് പറയുമ്പോൾ ഗൗതം പറയണ, ഒന്ന് നിർത്തുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാൽ ഇങ്ങനെയൊക്കെ പെരുമാറാന് ഞാൻ അങ്ങനെ ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. എല്ലാം തക്കതായ കാരണം കൊണ്ട് തന്നെയാണ്. എല്ലാം നിങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എവിടെ പോയിട്ടാണ് വന്നത്? അപ്പോൾ വസുന്ധര പറയണം, ഞാൻ അമ്പലത്തിൽ പോയതാണ്. വെറുതെ കള്ളം പറയാൻ നിൽക്കണം. എന്തിന് കള്ളം പറയണം ഗൗതം? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും പെരുമാറുന്നതും? ഞാൻ അമ്പലത്തിലേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ നിധി പറയാണ്, മാഡം ഇപ്പോൾ ഇവിടേക്കാണ് പോയത്, അമ്പലത്തിലേക്കോ? അതല്ല അമ്പലത്തിൽ കൂടാതെ വേറെ എവിടേക്കെങ്കിലും പോയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വസുന്ധര അങ്ങ് പതർച്ചയോട് കൂടി പറയണം, അല്ല ഞാൻ അമ്പലത്തിൽ മാത്രമാണ് പോയിട്ടുള്ളൂ. ഗൗതം പറയണേ, നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്തിനാണ് മാഡം ഇങ്ങനെ കള്ളം പറയുന്നത്? മേഡോ എന്താ ഗൗതം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതൊക്കെ പുതിയ രീതിയിലുള്ള സംസാരമാണ്. എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ, എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന നിങ്ങളെ ഞാൻ എന്തിന് അമ്മ എന്ന് വിളിക്കണം? ഇപ്പോൾ ഇതുവരെയും ഞാൻ നിങ്ങളെ അമ്മ എന്ന് വിളിച്ചത് നിങ്ങളുടെ അഭിനയത്തിൻ്റെ മുന്നിൽ ഞാൻ അത് കണ്ണും പൂട്ടി വിശ്വസിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാ തെളിവുകളും എൻ്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്ന നിങ്ങളെ ഞാൻ എന്തിനാണ് അമ്മ എന്ന് വിളിക്കുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി വസുന്ധരയും പാറും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്നെ എങ്ങനെ കൊല്ലണം എന്ന് ആലോചിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ കാണാൻ പോയത് ആ CKC അല്ലേ? CKCയുമായി നിങ്ങൾ സംസാരിക്കാനല്ലേ? എന്നെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? വസുന്ധര ടെൻഷനോട് കൂടി വെപ്രാളം പിടിച്ചുകൊണ്ട് പറയണ, അയ്യോ ഗൗതം അങ്ങനെയൊന്നുമില്ല, നീ തെറ്റിദ്ധരിച്ചതാണെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് നിങ്ങൾ CKCയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പാറു ചോദിക്കുകയാണ്, എന്ത് ഗൗതം നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ, ഇവർ ആ CKCയോട് സംസാരിച്ചത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് വരുന്നത്. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ സംസാരിച്ചത് എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര പറയണേ, ഇല്ല മോനെ നീ തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയൊന്നുമില്ല. നിധി പറയണേ, ഇല്ല ഞാനും കണ്ടതാണ് എന്ന് പറയുമ്പോൾ വെറുതെയല്ല എൻ്റെ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ ഗൗതമിൻ്റെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോൾ നിധി പറയണേ, നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ, നിങ്ങൾ അതിനാദ്യം മറുപടി പറ എന്ന് പറയുമ്പോൾ പാറു പറയാണ്, അത് ശരിയാണ് വസു, നീ ഒന്ന് പറ, എന്താണ് ഉണ്ടായത്? ഏട്ടത്തി ഇവർ വെറുതെ തെറ്റിദ്ധരിച്ചതാണെന്ന് പറയുമ്പോൾ ഗൗതം പറയണ, ഒരു തെറ്റിദ്ധാരണയുമില്ല, ഞങ്ങൾ കണ്ടത് തന്നെയാണ്, അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ ഇനി പറയേണ്ടത്. അപ്പോൾ മോനെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ നിധി പറയണേ, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഞങ്ങൾ കണ്ടത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നീ കണ്ടത് സത്യം തന്നെയാണ്, ഞാൻ CKCയെ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ നീ കരുതുന്നത് പോലെ ഞാൻ ഗൗതമിനെ കൊല്ലണം എന്ന് പറയാനൊന്നുമല്ല. ഗൗതം ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടേക്ക് പോയത്? എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഗുണ്ടയോട് നിങ്ങൾ എന്തിനാണ് സംസാരിച്ചത്? കേട്ടപ്പോൾ വസുന്ധരയും പാർവതി അങ്ങ് ഷോക്കാവാണ്ടോ. എന്നിട്ട് പാർവതി പറയാണ്, എന്താ വസു, എന്താണ് നീ പറയുന്നത്? എന്തിനാണ് നീ CKCയുടെ അടുത്ത് പോയി ആ ഗുണ്ടയോട് സംസാരിച്ചത്? എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഗുണ്ടയോട് നീ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധി കാര്യങ്ങൾ പറയാണ്, അമ്മയ്ക്കറിയില്ലേ ഞങ്ങൾ എന്തിനാണ് അവിടേക്ക് പോയത് എന്നുള്ളത്? CKCയോട് ഇന്ന് ആ ഗുണ്ട സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം CP മാഡം പറഞ്ഞതല്ലേ? അപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീ കൂടി വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ആ സ്ത്രീ ഇവരാണ് അവിടേക്ക് വന്നത്, എന്നിട്ട് ആ ഗുണ്ടയുമായിട്ട് ഇവരാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ ഗൗതം ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് വസു നീ എന്തിനാണ് നമ്മുടെ മോനെ കൊല്ലാൻ നോക്കിയ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുക ഏട്ടത്തി,
ഗൗതം, ഞാൻ സത്യമാണ് പറയുന്നത്. നിന്നെ അവൻ കൊല്ലാൻ നോക്കിയെന്നോ? എങ്കിൽ ഞാൻ അവനെ അവിടെ ഇട്ട് തന്നെ ഞാൻ തന്നെ കൊന്നു കളഞ്ഞേനെ എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, വെറുതെ അഭിനയിക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. ACP മാഡം എല്ലാം വിശദമായി എന്നോട് പറഞ്ഞതാണ്. ആ ഗുണ്ടയോട് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ, ഒരു ലേഡി സംസാരിക്കാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങളാണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞു. അമ്മേ, എന്നെ കൊല്ലാൻ വേണ്ടി വന്നില്ലേ, അയാളാണ്. അതിനെ പറഞ്ഞയച്ചത് തന്നെ, ആ ഗുണ്ടയെ പറഞ്ഞയച്ചത് തന്നെ ഈ നിൽക്കുന്ന സ്ത്രീയാണെന്ന് പറയുമ്പോൾ പാറുവിന് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് പാർവതി വസുന്ധരയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് വസുന്ധരയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. കണ്ടുകൊണ്ട് നിൽക്കുന്ന ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവട്ടോ. എന്നിട്ട് ശിവാനി പാവത്തിൻ്റെ പോലെ അടുത്തേക്ക് വന്നിട്ട് അയ്യോ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരട്ടോ. അങ്ങനെ വസുന്ധര ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത്. എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി നിന്നോട് എന്ത് ദ്രോഹമാണ് എൻ്റെ മോൻ ചെയ്തത്? നിന്നെ ഞാൻ ഇവിടെ നിന്നും കൊന്നു കളഞ്ഞേനെ. എന്തിനാടി നീ എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്? എന്തിനാണ് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യാൻ നോക്കിയത് എന്നും പറഞ്ഞ് പാർവതി വസുന്ധരയുടെ കഴുത്ത് പിടിച്ചങ്ങ് അമർത്താണ് കേട്ടോ. നിന്നെ ഞാൻ ഇപ്പം തന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിധി പാർവതി അങ്ങ് മാറ്റുകയാണ്. എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ടോ. അപ്പോൾ ശിവാനി ഇത് കാണുന്ന ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഈ കുടുംബം തന്നെ തല്ലി തകരാനാണല്ലോ പോകുന്നത്. എനിക്കിപ്പോൾ അതൊന്നുമല്ലല്ലോ വേണ്ടത്. ഇവിടെ നിന്ന് ഗൗതം പടിയിറങ്ങണം, ഗൗതമും നിധിയും പോവണം. അതിനാണല്ലോ ഞാനിപ്പോൾ ഇത്രയും കളിച്ചത്. ഇനിയിപ്പോൾ അതിനെന്ത് ചെയ്യണം? വസുന്ധര പറയണേ, ഏട്ടത്തി എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ ഒരിക്കലും നമ്മുടെ മോനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നെ ഒന്ന് ഏട്ടത്തി മനസ്സിലാക്ക് എന്ന് വസുന്ധര ദയനീയമായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, പിന്നെ നീ എന്തിനാണ് ആ CKCയെയും ആ ഗുണ്ടയെയും പോയി കണ്ടത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ്. എങ്ങനെ ഞാൻ അക്കാര്യം പറയും എന്നുള്ള ഭാവത്തിൽ. അത് പിന്നെ ഏട്ടത്തി, ഞാൻ അവിടേക്ക് പോയത് എന്തിനാണെന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് ശിവാനിയെ വസുന്ധര നോക്കുക കേട്ടോ. അപ്പോൾ ശിവാനി കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, അയ്യോ എന്നെ പറയല്ലേ ആൻറ്റി, ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഒരിക്കലും പറയല്ലേ, എൻ്റെ പേര് പറയല്ലേ എന്ന് കെഞ്ചിങ് കൊണ്ട് കണ്ണോണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര ശിവാനിയുടെ പേര് പറയാനൊന്നും മടിക്കുകയാണ്. അപ്പോൾ വീണ്ടും പാർവതി ചോദിക്കുകയാണ്, എന്തിനാണ് ഇനി എന്താന്ന് വെച്ച കാര്യം തുറന്നു പറ. പാർവതി കരഞ്ഞുകൊണ്ട് പറയാണ്, നീ എന്തിനാണ് നമ്മുടെ മോനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്? അതിന് മാത്രം എന്ത് ദ്രോഹമാണ് നിന്നോട് അവൻ ചെയ്തത്? നീ വാ തോരാതെ വിളിക്കുമല്ലോ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടാണോ നീ അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്? നമ്മൾ ഗൗതമിനെ ഈ വീട്ടിലേക്ക് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കൊണ്ടുവന്ന സമയത്ത് നീ അവനെ എൻ്റെ മോൻ എന്ന് പറയുന്ന സമയത്ത് ഞാനുണ്ടോ നിന്നെ എതിർത്തിട്ടുള്ളത്? നീ ഒരു കല്യാണം കഴിക്കാത്തവളാണെന്നും നിനക്കൊരു കുടുംബജീവിതമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും ഗൗതമിനെ നീ എൻ്റെ മോൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിനെ തിരുത്താതിരുന്നത്, ഞാനത് എതിർക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ, ഏട്ടത്തി അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഗൗതമിനെ ഒരിക്കലും കൊല്ലാനൊന്നും കൂട്ടു നിൽക്കില്ല. ഗൗതമാണ് എൻ്റെ ലോകം. ഞാൻ ജീവിക്കുന്നത് തന്നെ ഗൗതമിന് വേണ്ടിയിട്ടാണ്. അത് കേട്ടപ്പോൾ ഗൗതം പറയണ, ഒന്ന് മതിയാക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിനയം? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്? നിങ്ങൾ തന്നെയാണ് എന്നെ ഇതുവരെയും വളർത്തി വലുതാക്കിയതൊക്കെ. എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാനും ജീവിച്ചിരുന്നത്. പക്ഷെ അങ്ങനത്തെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത്? നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ഇത്രയ്ക്കധികം വെറുപ്പുള്ളത്? നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞാനിവിടെ നിന്നും ഇറങ്ങി പോകുമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടിയൊക്കെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം, എങ്ങനെ എൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയരുത്. എൻ്റെ സ്വത്താണ് നീ. നിന്നെ ഒരിക്കലും ഞാൻ കൊല്ലാൻ വേണ്ടി പറയില്ല. ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറയുമ്പോൾ നിധി പറയണേ, പിന്നെ എന്തിനാണാവോ നിങ്ങൾ CKCയെയും ആ ഗുണ്ടയെയും പോയി കാണാൻ വേണ്ടി ശ്രമിച്ചത്? നിങ്ങൾ എന്തിനാണ് അവരെ കണ്ടത്? എന്നിട്ട് എന്താണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് പറയും. സുന്ദരയ്ക്ക് പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ശിവാനി പറയണേ, എന്താടി ഇനി കുറേ നേരമായില്ലേ, എന്തിനാണ് നീ ഇങ്ങനെ ആൻറ്റിയെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരിക്കലും ഗൗതമിനെ കൊല്ലാനൊന്നും ആൻറ്റി ശ്രമിക്കില്ല. ഗൗതമിനെ അത്രയ്ക്കധികം ഇഷ്ടമാണ് ആൻറ്റിക്ക്. എന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ശിവാനി ആളാവാൻ വേണ്ടി നോക്കുക കേട്ടോ. ഒരിക്കലും എൻ്റെ ആൻറ്റിയെ ഞാൻ കൈവിടിയില്ല. എൻ്റെ ആൻറ്റിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഓവറാവുന്ന സമയത്ത്, നിർത്തടി നീയൊന്ന്, ഇത് കഴിയട്ടെ, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച ശേഷം വേണം നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, നീ അവിടെ നിൽക്ക് എന്ന് പറയാണ്. അപ്പോൾ വസുന്ധരയോട് വീണ്ടും നിധി ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതിയാവൂ എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഗൗതം പറയണേ, ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, നിധി വാ നമുക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, എന്തിനാ ഗൗതം നീ ഇവിടെ നിന്ന് പോകണം? നീ എന്തിനാ നമ്മുടെ വീട് വിട്ട് പോകണം? നീ എവിടേക്കും പോവില്ല. വസുന്ധര നീ പറ, എന്തിനാണ് നീ ആ CKCയെ കണ്ടത്? നീ ഒന്ന് പറ, നീ ഗൗതമിൻ്റെ മേൽ സത്യം ചെയ്ത് പറയണം എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ, ഞാൻ സത്യം ചെയ്ത് പറയാം, എനിക്ക് ഒരു മടിയുമില്ല. എൻ്റെ ഗൗതമിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഞാൻ CKCയോടും ആ ഗുണ്ടയോടും സംസാരിച്ചത്, അത് ഗൗതം മേൽ സത്യം എന്ന് പറയുമ്പോൾ നിധി പറയണേ, എങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സത്യം കൂടി ചെയ്യണം. ഗൗതമിൻ്റെ പേരിൽ സത്യമിട്ടല്ലോ, ഗൗതമിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. നിങ്ങൾ എന്തിനാണ് അവിടേക്ക് പോയത് എന്നുള്ളതിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടാവുക കേട്ടോ. അപ്പോൾ പാർവതി പറയണേ, എന്താണ്
നിനക്ക് ഇത്ര മടി? നീ ആ സത്യം അങ്ങ് ചെയ്തേക്ക്. നീ എന്തിനാണ് അവിടേക്ക് പോയത് എന്നുള്ളത് നിനക്കങ്ങ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധരയ്ക്ക് നിവൃത്തിയില്ലാതെ പിന്നെ ആ സത്യം പറയണേ. ഞാൻ ഗൗതമിനെ കൊല്ലാൻ വേണ്ടി പറയാനല്ല അവിടേക്ക് വന്നത് ഞാൻ എന്ന് പറഞ്ഞ് വസുന്ധര നിധിയെ ഒന്നങ്ങ് നോക്കാൻ കേട്ടോ. എന്നിട്ട് വസുന്ധര മനസ്സോടെ പറയണേ, ഞാൻ അവിടേക്ക് പോയത് നിധിയെ കടത്തിക്കൊണ്ടു പോവാനാണ്, നിധിയെ തട്ടിക്കൊണ്ടു പോവാനാണ്. ഇതിനെക്കുറിച്ചാണ് ഞാനും CKCയും ആ റൗഡിയും കൂടി സംസാരിച്ചത്. അത് കേട്ടതോടുകൂടി നിധിയും ഗൗതമും പാർവതി ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. പാർവതി ചോദിക്കുകയാണ്, എന്തിനാണ് നീ അങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ, എനിക്ക് നിധിയെ ഇഷ്ടമല്ല. എൻ്റെ ഗൗതമിനെ ചേർന്ന പെണ്ണല്ല ഈ നിൽക്കുന്ന നിധി. അത് ഞാൻ തുടക്കം മുതലേ പറയുന്നതല്ലേ. നിധിയെ കടത്തിയ ശേഷം, നിധിയെ എവിടെയെങ്കിലും അടച്ചിട്ട ശേഷം പിന്നീട് ഗൗതമിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. എൻ്റെ ഗൗതമിനെ ഒരിക്കലും ഞാൻ കൊല്ലാൻ കൂട്ടുനിൽക്കില്ല. എൻ്റെ ഗൗതമിനെ ആരെങ്കിലും കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് മുന്നിൽ നിന്നുകൊടുത്ത് എൻ്റെ ജീവൻ തന്നെ സ്വയം ഞാൻ അവർക്ക് അർപ്പിക്കും. അത്ര പോലും എൻ്റെ ഗൗതമിനെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല. നീ ഒരിക്കലും മോനെ ഗൗതം ഈ വീട് വിട്ടു പോവരുത്, അത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് വസുന്ധര കരഞ്ഞുകൊണ്ട് പറയട്ടോ. ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ആൻറ്റി എല്ലാം കുളമാക്കുമല്ലോ, എല്ലാം നശിപ്പിക്കുമല്ലോ. നിധിയും ഗൗതമും ഈ വീട് വിട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗൗതമിനെയും നിധിയെയും വീണ്ടും ഇവിടെ തന്നെ പിടിച്ചു നിർത്തുമെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കാട്ടോ. എന്നിട്ട് വസുന്ധര പറയണേ, ഇനി ഒരിക്കലും ഈ വീട് വിട്ട് പോവരുത്. എനിക്ക് ഈ അമ്മയെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി അങ്ങ് ഒച്ച എടുത്തുകൊണ്ട് പറയാണ്, ഒന്നും നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഒന്നും നടക്കാത്തതുപോലെ, ഒന്നും സംഭവിക്കാത്തതുപോലെ കൂളായി സംസാരിക്കുന്നത് കണ്ടില്ലേ? വീട്ടിലേക്ക് വന്നു കയറിയ മരുമകളെ തട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടിൽ. നിങ്ങളൊക്കെ എന്ത് ജന്മമാണ്? നിങ്ങൾക്ക് ഒരു സ്വന്തം മോനുണ്ടായി, അതിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്ത ആ പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൊന്നുകളയാനാണോ പറയുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഗൗതമിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കും എന്നുള്ളതിൽ എനിക്കിപ്പോൾ ഒരു സംശയമില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് നിൽക്കില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗൗതമിനെ കൊല്ലാനും മടിക്കില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി വസുന്ധരയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് നിധിയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴത്തേക്കും ഗൗതം അങ്ങ് തടയാൻ കേട്ടോ. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ നിധിയെ അടിക്കാൻ നോക്കുന്നു, എൻ്റെ നിധിയെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി നോക്കുന്നതും എന്നെ കൊല്ലുന്നതും ഒന്ന് തന്നെയാണ്. സന്തോഷം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങളെ ഞാൻ ഇത്രയും കാലം അമ്മ എന്ന് വിളിച്ചല്ലോ, ഇനി നിർത്തി. ഇനി എന്നെ ശല്യപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും വരരുത്. ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഗൗതം തൊഴുതുകൊണ്ട് പറയാം. ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, വാ നിധി എന്ന് പറഞ്ഞ് നിധിയെയും കൊണ്ട് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ വസുന്ധരയും പാർവതിയും ഒക്കെ അങ്ങ് തടയാണ്. എന്തിനാണ് ഗൗതം നീ ഈ വീട് വിട്ടു പോകുന്നത് എന്ന് ചോദിക്കും. ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഞങ്ങളെ കൊല്ലാനും ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകാനൊക്കെ നോക്കുന്ന ഈ വീട്ടിൽ എങ്ങനെയാണ് മനസമാധാനത്തോടു കൂടി ഉറങ്ങുക? പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവരുടെ മുഖത്ത് നോക്കുക? ഇനി എന്നെക്കൊണ്ട് ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഞാൻ അപ്പോഴേ ഇവിടേക്ക് വരുന്നില്ല എന്ന് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ നിധിയാണ് എന്നെ ഇവിടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നത്. ഇനി എനിക്ക് ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് നിധിയെയും കൂട്ടി ഗൗതം ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. അത് കാണുന്ന ശിവാനി ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ശിവാനി ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം. തൽക്കാലം ഗൗതം ആ വീടിൻ്റെ പടി ഇറങ്ങുന്നുണ്ടെങ്കിലും ഇനി നല്ലൊരു തിരിച്ചടിയോട് കൂടി ശിവാനിക്ക് നല്ലൊരു കൊട്ടുകൊടുത്ത് വീണ്ടും ഗൗതമും നിധിയും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. മുതൽ ശിവാനിക്ക് കഷ്ടകാലത്തിൻ്റെ നാളുകൾ ആരംഭിക്കുകയാണ്.